കോൺഗ്രസിന് വലിയ കുരുക്കായി മാറിയ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് ഇഡി സമർപ്പിച്ച കുറ്റപത്രത്തിലെ വിവരങ്ങൾ പുറത്തുവന്നു. കേസിൽ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയാണ് ഒന്നാം പ്രതി. മകനും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയാണ് രണ്ടാം പ്രതി. 5000 കോടിയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് ഡൽഹിയിലെ റോഡ് അവന്യൂ കോടതിയിൽ ഇഡി സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത്. വ്യാജരേഖകളിലൂടെ AJLന്റെ ഭൂമി തട്ടിയെടുത്തു, യങ് ഇന്ത്യ കമ്പനി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല, അങ്ങനെ നിരവധി കുറ്റങ്ങളാണ് ഇഡി നിരത്തിയിട്ടുള്ളത്. എന്നാൽ കെട്ടിച്ചമച്ച കേസാണെന്നും പ്രതികാര രാഷ്ട്രീയമാണെന്നും പ്രതികരിച്ച കോൺഗ്രസ് രാജ്യവ്യാപകമായി പ്രതിഷേധം കനപ്പിക്കാനുള്ള തീരുമാനത്തിലാണ്. വിഷയത്തിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. 2014 സുബ്രഹ്മണ്യൻ സ്വാമി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ CBIയും ഇഡിയും അന്വേഷണം തുടങ്ങുന്നത്. നാഷണൽ ഹെറാൾഡ് പത്രം നടത്തിയിരുന്ന അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡിനെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഡയറക്ടർമാരായ യങ് ഇന്ത്യ കമ്പനി ഏറ്റെടുത്തതിൽ വൻ അഴിമതി നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കേസ്. 2000 കോടിക്കടുത്ത് വില വരുന്ന നാഷണൽ ഹെറാൾഡിന്റെ സ്വത്ത് 50 ലക്ഷം രൂപയ്ക്ക് തട്ടിയെടുത്തുവെന്നായിരുന്നു ആരോപണം. ഗാന്ധി കുടുംബവുമായി അടുപ്പമുള്ള സാം പിത്രോദ, സുമൻഡെ എന്നിവരും പ്രതികളാണ്. 5000 കോടിയുടെ അഴിമതി നടന്നുവെന്നും യങ് ഇന്ത്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ലെന്നും കുറ്റപത്രം ചൂണ്ടിക്കാട്ടുന്നു. ജനപ്രതിനിധികൾക്കെതിരെയുള്ള അഴിമതി കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതി 25-ന് കുറ്റപത്രം അംഗീകരിക്കുന്നതിൽ വാദം കേൾക്കും. നാഷണൽ ഹെറാൾഡിന്റെ ഉടമസ്ഥരായ അസോസിയേറ്റഡ് ജേർണൽസ് ഏറ്റെടുക്കാനുള്ള ക്രിമിനൽ ഗൂഢാലോചന സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ നടത്തിയെന്നാണ് ഇഡി ആരോപിക്കുന്നത്. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും 76% ഓഹരി പങ്കാളിത്തമുള്ള യങ് ഇന്ത്യ എന്ന കമ്പനി അസോസിയേറ്റഡ് ജേർണൽസിന് 50 ലക്ഷം രൂപ വായ്പ നൽകി. ഈ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ് അസോസിയേറ്റഡ് ജേർണൽസ് എന്ന കമ്പനിയുടെ 99% ഓഹരികളും യങ് ഇന്ത്യ എന്ന കമ്പനിയുടെ പേരിലേക്ക് മാറ്റി. നിലവിൽ അസോസിയേറ്റഡ് ജേർണൽസിന്റെ വസ്തുതകളുടെ വിപണി മൂല്യം 5000 കോടിയാണെന്നും ഇഡി വൃത്തങ്ങൾ പറയുന്നു. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ കോൺഗ്രസ് പാർട്ടി 90 കോടി രൂപ അസോസിയേറ്റഡ് ജേർണൽസിന് വായ്പയായി നൽകി. എന്നാൽ ഇത് പിന്നീട് യങ് ഇന്ത്യയുടെ 9 കോടിയുടെ ഇക്വിറ്റി ഷെയർ ആക്കി മാറ്റുകയായിരുന്നു. കോൺഗ്രസ് പാർട്ടി അസോസിയേറ്റഡ് ജേർണൽസിനാണ് പണം നൽകിയതെന്നും യങ് ഇന്ത്യക്ക് ആയിരുന്നില്ലെന്നും ഇഡി ചൂണ്ടിക്കാട്ടുന്നു. അസോസിയേറ്റഡ് ജേർണൽസ് വസ്തുതകൾ ഉപയോഗിച്ച് വ്യാജ വാടക ബില്ലുകൾ ചമച്ചു എന്നും ഇഡി കുറ്റപത്രത്തിൽ പരാമർശമുള്ളതായാണ് സൂചന. 2017-18 38.41 കോടി രൂപ വാടക ഇനത്തിൽ കൈപ്പറ്റി എന്ന രേഖ ഉണ്ടാക്കിയെന്നും എന്നാൽ ഈ വാടക കൈപ്പറ്റിയിട്ടില്ലെന്നും ഇഡി ചൂണ്ടിക്കാണിക്കുന്നു. നാഷണൽ ഹെറാൾഡ് ദിനപത്രത്തിന് ലഭിച്ച പരസ്യ വരുമാനത്തിലും ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് ഇഡി വൃത്തങ്ങൾ പറയുന്നത്.